നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിശ്വനാഥൻ കോളനിയിലാണമ്മേ. വിശാൽ മോനോ? കുഴപ്പമൊന്നുമില്ല. സാറ് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിന്നെ ഒന്ന് കാണാനോ ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാനോ പറ്റാത്തതിന്റെ വിഷമത്തിലിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോ ആ വിഷമമൊക്കെ മാറിയില്ലേ? എന്തായാലും എന്റെ നമ്പറിൽ വിളിച്ച കിട്ടില്ല. ആ ഫോണിപ്പോ എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ ഈ നമ്പറിലേക്ക് വിളിച്ചാ മതി. ശരി, ഞാനിതിൽ വിളിക്കാം. പിന്നെ മോളെ, മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞു. പല്ലവി ഇപ്പൊ ഗർഭിണിയായ അവള് പ്രസവിക്കുന്ന കുഞ്ഞിന് സർപ്പ സ്വഭാവം ഉണ്ടാവുമെന്ന്. ആ കുഞ്ഞു കാരണം നിനക്കും ദോഷം ഉണ്ടാവുമെന്ന്. വിധി അതാണെങ്കിൽ അത് അനുഭവിച്ചല്ലേ മതിയാവും. എനിക്കിപ്പോ ഒന്നിനെയും ഒരു പേടിയില്ല. ഞാൻ എന്തു പറയാനാ? ഇത് നിനക്കും വിശാലിനും കൊള്ളില്ലാത്ത കാല. പക്ഷെ ഈ വിധിയൊക്കെ കുറച്ചു കഴിയുമ്പോ മാറും. അതുവരെ നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കഴിയണം. ശരിയമ്മേ, ഞാൻ പ്രാർത്ഥിച്ചോളാം. ഉദയനൂരമ്മ എനിക്ക് തുണയുണ്ടാവും. അമ്മ ഫോൺ വെച്ചോ, ഞാൻ പിന്നീട് വിളിക്കാം. ഈ ഫോണ് ചേച്ചിക്ക് തിരിച്ചു കൊടുക്കാനുള്ള നേരമായി. ഞാനത് കൊടുക്കട്ടെ? പ്ലാൻ ചെയ്തതുപോലെ വാട്ടർ ടാങ്കിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. ടാങ്കിൽ വിഷം കലർത്തിയത് പാർവതിയാണെന്ന് നീ ഈ കോളനിയിലെ മുഴുവൻ പ്രചരിപ്പിക്കണം. മനസ്സിലായോ? ഓക്കെ. പാർവതിയുടെ കഥ ഇതോടെ കഴിയും. ടാങ്കിൽ നിന്നുള്ള വെള്ളം കുടിക്കുന്നവർക്ക് വിഷബാധയുണ്ടാവും. ആ വിഷബാധ പാർവതി കാരണമാണ് ഉണ്ടായതെന്ന് അറിയുമ്പോ കോളനിക്കാരെല്ലാവരും ചേർന്ന് അവളെ ഇവിടുന്ന് അടിച്ചോടിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.